നമ്മൾ ഒരു മുട്ടുവേദനയുള്ള ആളാണ്. മുട്ടുവേദനയുള്ള ആളുകൾക്ക് പൊതുവേ ഒരു ഏജ് വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അസുഖം വരുന്നതെന്ന് ഏകദേശം പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 20 വയസ്സിന് പ്രായമുള്ള ഒരാൾക്കാണെങ്കിൽ അത് പൊതുവേ വരിക ഒരു സ്പോർട്സ് ഇഞ്ചുറിയുമായി റിലേറ്റ് ചെയ്തായിരിക്കും, അതല്ലെങ്കിൽ ഒരു ACL ഇഞ്ചുറിയുമായി റിലേറ്റ് ചെയ്ത്, അതാണ് മുട്ടിൻ്റെ ഉള്ളിൽ വേദന വരിക. പിന്നെ ഒരു ആൻറ്റീരിയർ പാർട്ടിൽ മുൻഭാഗത്തുള്ള പെയിൻ വരുന്നത് പലപ്പോഴും ഒരു ഓവർ യൂസ് കൊണ്ടായിരിക്കും. 40കളിലുള്ള ആളുകൾക്കാണെങ്കിൽ പൊതുവേ നമ്മൾ ഡീജനറേറ്റീവ് മെനിസ്കൽ ടയർ എന്ന് പറയും. നമ്മൾ കാലൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മടക്കി നിർന്നതിൻ്റെ ഇടയിലൊക്കെ മുട്ടിൻ്റെ ഉള്ളിലെ വാഷറിന് ഓൾറെഡി തേയ്മാനം വന്നിരിക്കുന്ന വാഷറിന് ചെറിയ കീറുകളോ പൊട്ടലുകളോ വന്നിട്ടുണ്ടാവുന്ന വേദനകളുണ്ട്. അതാണ് ഒരു 40കളിൽ വരിക. ഇനി ഒരു 60 വയസ്സായ രോഗിയെ സംബന്ധിച്ചോളം ഒരു തേയ്മാനം തുടങ്ങിയിട്ടുണ്ടാകും. ആ തേയ്മാനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വേദനകളായിരിക്കും. അപ്പോൾ ഈ ഓരോ രോഗീനെ നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ചില അസുഖങ്ങളൊക്കെ ഏകദേശം എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയും.